നമ്മുടെ കൈ വരുന്നത് ഒരു അപ്പാച്ചി RTR 310, അതാണ് ഇതിൻ്റെ കറക്റ്റുള്ള നെയിം. അപ്പോൾ ഇത് ഒരു കാറിനും കാട്ടി കൂടുതൽ ഫീച്ചേഴ്സൊക്കെ കുത്തി നിറച്ചിട്ടുള്ളൊരു ബൈക്കാണ്. ആക്ച്വലി 310 cc ആണ് നമ്മുടെ RR 310 വരുന്ന സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ റീട്യൂൺഡാണ്. ഇതിന് വരുന്നൊരു ട്യൂണിങ്ങേ വേറെ തന്നെയാണ്. ഭയങ്കര അഗ്രസീവായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന ഒരു ബൈക്കാണ് കേട്ടോ. ത്രോട്ടിൽ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞാൽ കുതിച്ചങ്ങ് ചാടുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോമേഴ്സിനൊക്കെ മാതിരി. ഓക്കെ, ബംബിൾ ബി എന്നാണ് കേട്ടോ ഇതിൻ്റെ ആൾക്കാർ കളിയാക്കി വിളിക്കുക. കളിയാക്കിയല്ല, ആക്ച്വലി ഇതൊരു ബംബിൾ ബി ബൈക്കാണ്. ക്ലച്ച് വിട്ടാൽ തീർന്നു, വണ്ടി അങ്ങ് കയറിപ്പോവും. പിന്നെ റിയാക്ഷൻ കണ്ടില്ലേ പിള്ളേരതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു മാസീവ് റിയാക്ഷനൊക്കെ തരുന്നൊരു ബൈക്കാണ്. സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും മാരക സൗണ്ടും ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചേട്ടൻ എന്താ കാണിക്കുന്നത്? അപ്പോൾ നമുക്ക് എവിടെ പോയാലും ഒരു എന്താ പറയുക, റിയാക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ബൈക്കാണ്. നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമോ നോട്ടെ. ക്ലച്ച് വിട്ടാൽ തീർന്നു കേട്ടോ, വണ്ടി കൈമണ്ണങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ABS-ഉം ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം ഒക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഏതൊരു സ്പീഡിൽ നിന്നാണ് വണ്ടി ഒന്ന് ഡൗൺ ചെയ്ത് ഈ ഒരു സ്പീഡിലേക്ക് ഇറക്കിയെന്നുള്ളത്. വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അർബൻ മോഡലാണ്. നമുക്കിത് മാറ്റിയിട്ട് ഒന്ന് വേറൊരു മോഡലിലേക്ക് മാറ്റാം. നമുക്ക് സ്പോട്ട് ഇതിൽ കുറഞ്ഞ മോഡൊന്നുമില്ലേ, ട്രാക്ക് സൂപ്പർ മോട്ടോ, അയ്യോ വേണ്ട, അർബൻ തന്നെ മതി. അർബനിൽ തന്നെ ഇത്രയ്ക്ക് അഗ്രസീവാണ് ഈ ഒരു ബൈക്ക്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഒരു ടോർക്ക്, ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോഴ്സ് പവർ. ഇത് പക്ക ഒരു എന്താ പറയുക റേസ് പെക്ക് ബൈക്കാണ്. എന്താ പറയുക, നമുക്ക് ട്രാക്കിലൊക്കെ ഡ്രാഗ് ചെയ്ത് ഓടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ റവ് ചെയ്തിട്ട് ടോപ്പ് എൻഡ് പിടിച്ച് ഓടിക്കാൻ പറ്റിയ വണ്ടി. ഇതിന് ഏകദേശം ടോപ്പ് എൻഡ് ഏകദേശം ഒരു 160 കിലോമീറ്ററിന് അടുത്ത് ടോപ്പ് സ്പീഡ് ഉണ്ട് കേട്ടോ. 156 ഒക്കെ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. 160 ഒക്കെ കൂളായിട്ട് ഈ ഒരു വണ്ടിയുടെ മുകളിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് മോഡലായിട്ട് വരുന്ന മോഡലുണ്ട്. അതിൽ ഈ പറഞ്ഞ മാതിരി അഡ്ജസ്റ്റബിൾ മറ്റേ ഫോക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ മാതിരി വെതർ മറ്റേ സീറ്റിൻ്റെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. നമുക്ക് ഈ ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ അതേമാതിരി ഡ്യുവൽ ചാനൽ ABS സ്വിച്ചബിൾ ആണ്. നമുക്ക് ഓണാക്കിയിട്ട് ഓഫാക്കി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു ബൈക്കാണ്. ഈ ഒരു റോഡിലേക്ക് കയറാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ ബ്രേക്സ് ഒക്കെ മാർഗമാണ്, പറയാതിരിക്കാൻ വയ്യ. വണ്ടി ഇത്രയൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് പറ്റിയ ബ്രേക്ക് തന്നെ വേണ്ടേ? മാരക ബ്രേക്കിംഗ് കേട്ടോ. അവിടെ പോലീസുകാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്, കൈ കാണിക്കൂലായിരിക്കും. ചേട്ടാ ബാക്കിത്തെ ഡോർ ലോക്കല്ല കേട്ടോ. വണ്ടി കുറച്ചുകൂടി സ്പോർട്ടിയറായിട്ട് ഓടിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ബൈക്കാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ കത്തിച്ച് കയറി അങ്ങനെ ഓടിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ്. അപ്പോൾ വണ്ടിയുടെ പറഞ്ഞ മാതിരി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്താ പറയുക, വല്ലാണ്ട് ഫീച്ചേഴ്സ് കുത്തി കയറ്റിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കിൽ സ്വിച്ച്, അതേമാതിരി ഓൺ ഓഫ് സ്വിച്ച്, അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ ഹോണൊക്കെ പറയാൻ മാതിരി താഴത്തെ ഇൻഡിക്കേറ്റേഴ്സ്. ഇത് നമ്മുടെ ഈ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വാക്ക് ചെയ്യാനുള്ള സ്വിച്ചസ്. പിന്നെ ഈ വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഏകദേശം 120 കിലോമീറ്റർ സ്പീഡിൽ വരെ നമുക്ക് ഈ ഒരു വണ്ടി ക്രൂസ് ചെയ്തിടാം. നമുക്കിതാ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റ് ഇതാണ്. അപ്പോൾ ഒരു ഹൈ റവിങ് എഞ്ചിനാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് വണ്ടി റവ് ചെയ്ത് അങ്ങ് കയറും. നമ്മൾ കുറച്ച് ആക്സിലേഷൻ ചെയ്താൽ മതി, ബാക്കി വണ്ടി ആയിക്കോളും. വണ്ടി അങ്ങ് അടിച്ച് മിന്നിച്ച് കയറും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഒരു ബൈക്കിന്.
അപ്പോൾ ഇത് അറിയാത്ത ഒരാളാണ് ഈ ഒരു വണ്ടിയുടെ മുകളിലേക്ക് കയറുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും എവിടെയും പോയി മറിഞ്ഞിട്ട് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് സൈഡാക്കിയിട്ട് ഞാൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു യെല്ലോ ടു ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നതിനോണ്ട് ബംബിൾ ബി എന്നൊക്കെ ഈ ഒരു വണ്ടീനെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചേസും കാര്യങ്ങളൊക്കെ വരുന്നതിനോടാണ് ഈ ഒരു ഹൈപ്പർ സ്പെക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഒക്കെ അവിടെ. അതിൻ്റെ ബാഡ്ജിങ് ഒക്കെ നോക്കിയാൽ കാണാം TVS റേസിംഗ് ബൈക്ക് തന്നെ, DOHC വണ്ടിയാണ്. അപ്പോൾ പറഞ്ഞല്ലോ വണ്ടി ഓൾമോസ്റ്റ് ഒരു മാരക വണ്ടി കേട്ടോ. നമ്മുടെ കൈമല ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നമുക്ക് ഇത് ഏകദേശം കുറേ ആൾക്കാർ ഡുക്കാറ്റിയുടെ മറ്റൊരു സ്ട്രീറ്റ് ഫൈറ്ററൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല. ഇത് നേരിട്ട് കണ്ട് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യമാണ് പലർക്കും ഒന്ന് എന്താ പറയുക ദഹിക്കാത്തത്. പക്ഷേ ഇത് നേരിട്ട് കാണാനൊക്കെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. നമ്മുടെ താഴത്തെ ഒരു ചെറിയൊരു DRL മാതിരി LED ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. DRL മാതിരിയാണ്, DRL അല്ല. ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് വിസിബിളാണ്, വലിയൊരു അലമ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഉണ്ട്, കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ എല്ലാ ലൈറ്റ്സും എല്ലാം മറ്റേ LEDs തന്നെയാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ ഈ ഒരു പാർക്കിങ്സ്, അതേമാതിരി ഇൻഡിക്കേറ്റേഴ്സ്, ബ്രേക്ക് ലൈറ്റ്, അങ്ങനത്തെ വണ്ടിയുടെ മുകളിൽ എവിടെയൊക്കെ ലൈറ്റ്സ് ഉണ്ടോ അവിടെയൊക്കെ LED ലൈറ്റ്സാണ് വന്നേക്കുന്നത്. ബാക്കിൽ 150 സൈസ് ടയറും ഫ്രണ്ടിൽ 110 സൈസ് ടയറുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലും മെഷലിൻ്റെ ടയറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞ ഒരു ബാക്കിലും മെഷലിൻ്റെ ടയേഴ്സ്. അപ്പോൾ രണ്ടും റോട്ടുമ്മൽ എന്താ പറയുക, നമുക്ക് അങ്ങനത്തെ ഒരു സ്പോർട്ടിയർ ബൈക്കാണല്ലോ, നല്ല ഒരു അഗ്രസീവായിട്ട് പവർ തരുന്നൊരു ബൈക്കാണല്ലോ. അപ്പോൾ ഈ ഒരു ടയേഴ്സ് ഇതിന് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ വേറെ ഒന്നും ചൂസ് ചെയ്യേണ്ടുന്നത്. ഈ ഒരു ടയേഴ്സ് തന്നെ ഭയങ്കര അഗ്രസീവാണ് കേട്ടോ. നമ്മൾ ക്ലച്ച് വിടുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് കയറും. ഇപ്പോൾ എന്താ പറയുക, വീലി കൺട്രോൾ അതേമാതിരി സ്റ്റോപ്പി കൺട്രോളൊക്കെ ഈ ഒരു വണ്ടിക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു പവർ നിങ്ങളൊന്ന് ഏകദേശം ആലോചിച്ച് നോക്കി, ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ വീലി കൺട്രോൾ, സ്റ്റോപ്പി കൺട്രോൾ, കോർണറിങ് കൺട്രോൾ, അതേമാതിരി ABS, അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു കാറിൻ്റെ കംപ്ലീറ്റ് ഈ കാറിനും കാട്ടി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഐറ്റംസ് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചസ് ജസ്റ്റ് കാണിച്ചാൽ ഇത് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഈ ബാക്കിൽ വരുന്നതിൻ്റെ പാസ് ലൈറ്റ്സ് ആണ്. പിന്നെ അത് ഇവിടെ ഒരു കോഷൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഒരു മീറ്റർ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും. താഴെ ഇൻഡിക്കേറ്റർ, അതിൻ്റെ താഴത്ത് ഹോണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. പിന്നെ ഇതിന് വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഈ പറഞ്ഞ മാതിരി ക്ലച്ചിൻ്റെ ആണെങ്കിലും ബ്രേക്കിൻ്റെ ആണെങ്കിലും 2 അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ആ ഒരു കുട്ടിയുടെ റിയാക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഭയങ്കര മാരക റിയാക്ഷനാണ് ഈ ഒരു വണ്ടിക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു കളർ ആയിരുന്നു കേട്ടോ, ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചു തരില്ല. ഈ ഒരു യെല്ലോ ബ്ലാക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നവരൊക്കെ ഒരു പ്രോ റൈഡേഴ്സായി മാറും. പക്ഷേ കുറച്ചൊന്നും സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉള്ളൊരു ബൈക്കാണ്. പക്ഷേ വണ്ടി മാരക ആക്സിലറേഷനാണ്. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കില്ല ഈ വണ്ടി നമ്മൾ എന്താ പറയുക കൈ കൊടുക്കുമ്പോൾ കയറി പോകുന്നത്. ഓക്കെ, ഈ ഒരു സംഭവം ഇതുവരെ മാറിയില്ലേ? ഓക്കെ. അപ്പോൾ അതിന് ക്വിക്ക് ഷിഫ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെ നമുക്ക് ക്ലച്ചിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് ഗിയറിൻ്റെ പെഡലിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് കാല് കൊണ്ടുപോയാൽ മതി, ബാക്കിയൊക്കെ സെൻസ് ചെയ്തിട്ട് അതന്നെ ആയിക്കോളും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലച്ചായിട്ട് അത് ക്ലച്ച് താങ്ങി നിന്ന് സംഭവം സെറ്റ് ആക്കിക്കോളും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടുള്ള ടണലിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റൊക്കെ ഓൺ ആവുന്നതൊക്കെ കാണാൻ പറ്റും. USD ഫോക്സ് വന്നിട്ടുണ്ട്, പെർഫോമൻസ് ഫോക്സ് ആണ്. അപ്പോൾ നമുക്ക് കോർണറിങ്ങിലൊക്കെ കുറച്ചും കൂടി ഒരു പിടുത്തം കിട്ടാൻ, റോട്ടുമലായിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫോർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 180 mm ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ ഈ ഒരു ഡ്യൂക്കിന് കിട്ടുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിലത്ത് തട്ടുന്നുള്ള വിഷയമൊന്നുമില്ല. പിന്നെ 800 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. വണ്ടി ഒരു ലീൻ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 172 ഹൈറ്റ് വരുന്ന ഒരാളാണ്. എനിക്ക് ഈ ഒരു വണ്ടിയുടെ മുകളിൽ പ്ലാന്റഡ് ഫുട്ട് ഉണ്ട് കേട്ടോ. 2 കാലം എനിക്ക് തറയിൽ വെച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിലും ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഈ കാണുന്നതൊക്കെ കിറ്റാട്ടോ. അതിനുള്ളിൽ വരുന്ന ഒരു ചെറിയ ടാങ്ക് മാത്രമാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത്. 11 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ്. അത് കുറച്ച് കുറഞ്ഞു പോയി, കുറച്ച് വല്ലാണ്ട് കുറഞ്ഞു പോയി. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 22 to 27 ആ ഒരു റേഞ്ചിനുള്ളിലേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഹൈവേസിൽ നോക്കുകയാണെങ്കിലും മാക്സിമം ഈ ഒരു സിറ്റി കൂടെ ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 22 to 24 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഇനിയിപ്പോൾ ഹൈവേയിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ 25 to 27 ആ റേഞ്ച് മാക്സിമം പോയി കഴിഞ്ഞാൽ പോയാൽ 30 വരെ കിട്ടിയെന്ന് വരാം. അത്രയ്ക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 11 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഇതിൻ്റെ മുകളിൽ ഒരു പോരായ്മയായിട്ട് ഞാൻ കണ്ടത്, എനിക്ക് തോന്നിയത് കേട്ടോ. കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ അടിപൊളി ആയനെ. മിനിമം ഒരു 15 ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസ് ആയനെ. സ്പെഷ്യലിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേമാതിരി നമ്മുടെ ടയറിൽ എത്ര പ്രഷർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോണിറ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലൊരു ഹോട്ട് വെതറിൽ റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഒന്ന് കുറച്ച് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു മീറ്ററിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയൻറ്റിൽ ഫ്രണ്ടെത്തിയും ബാക്കത്തെയും സസ്പെൻഷനും നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തേക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിന് പറഞ്ഞ മാതിരി 2 ലിവേഴ്സും അഡ്ജസ്റ്റബിൾ ലിവേഴ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് സിറ്റിയിലോ അല്ലെങ്കിൽ ട്രാഫിക്കിലോ റൈഡ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ലൈറ്റാണ് ഇതിൻ്റെ ക്ലച്ച്, ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ഇപ്പോൾ സിറ്റിയിൽ ഇപ്പോൾ ട്രാഫിക്കിൽ കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു നമ്മൾ ഒരുപാട് ഡൗൺ ഷിഫ്റ്റ് വേണം ഈ ഒരു ബൈക്കിന്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എഞ്ചിനാണ് ഇതിന് വന്നേക്കുന്നത്. നമുക്ക് സിറ്റി കൂടെ ഓടിച്ച് കൊണ്ടുനടക്കാൻ അത്രയ്ക്ക് ഒരു രസകരമായിട്ടുള്ള എഞ്ചിനല്ല. അപ്പോൾ ഒരുപാട് ഡൗൺ ഷിഫ്റ്റും കാര്യങ്ങളും വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും ക്ലച്ചും ഗിയറും എന്തായാലും ചടപടാന്ന് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയൊരു ക്ലച്ചാണ്, വലിയൊരു ഹാർഡല്ല, നമുക്കൊരു മിഡ് റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഗിയേഴ്സും സ്മൂത്താണ്, വലിയ കുഴപ്പമില്ല. ഗിയേഴ്സൊക്കെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ ചാടി വീഴും. നമുക്ക് ഈ ഒരു ഫാൾസ് ന്യൂട്രൽ വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രൂസ് കൺട്രോൾ ഏകദേശം 120 കിലോമീറ്റർ സ്പീഡ് വരെ, ഞാൻ ഓൾറെഡി പറഞ്ഞു 120 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ഈ ഒരു സാധനത്തിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനൊരു 4-5 മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു 6 കണ്ട മാതിരി തന്നെ കാണിച്ചു തരാം. കടല്ലേ ചെറിയൊരു മീറ്ററാണ്, പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവരൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡിലേക്ക് കയറി കഴിഞ്ഞാൽ, റൈഡ് മോഡിൽ കയറി കഴിഞ്ഞാൽ അർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക്, പിന്നെ ഒരു മോഡ് വരുന്നുണ്ട്. അത് സൂപ്പർ മോട്ടോ മോഡാണ്. ഈ ഒരു മോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് പവറായിരിക്കും. ഓരോന്നും ഓരോ രീതിയിൽ എന്താ പറയുക, വണ്ടി സെറ്റ് ചെയ്ത് വെച്ചായിരിക്കും ഓരോ റേഞ്ചിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഒരു കൂളൻ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത് കാണിക്കുന്നുണ്ട്. 79 കിലോമീറ്റേഴ്സ്, ഏകദേശം 3 ലിറ്റർ പെട്രോളാണ് ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിലുള്ളത്. അതിൽ ഏകദേശം 79 കിലോമീറ്ററാണ് വണ്ടി ഓടുന്നുള്ളത് കാണിക്കുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, നമ്മളെ ഈ ഒരു പറഞ്ഞ മാതിരി ക്രൂസ് കൺട്രോളിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒന്ന് ഒതുങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. ട്രിപ്പ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ്, RC ബുക്കിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വെക്കാം. GoPro ആയിട്ട് കണക്ട് ചെയ്യാം, അതേമാതിരി നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൂപ്പർ മോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റും. ABS ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റും. ABS ഇല്ലാണ്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മോട്ടോയിൽ കയറിയാൽ മതി. പിന്നെ ഈ ഒരു വണ്ടിയിൽ സ്പീഡ് അലർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് X എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോൺ വഴി ബ്ലൂടൂത്ത് കണ്ടെത്തിയിട്ട് ഈ ഒരു വണ്ടീനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. വണ്ടിയുടെ അല്ല, നമുക്ക് ഈ ഒരു മീറ്ററിൽ വരുന്ന സംഭവം കൺട്രോൾ ചെയ്യാം. അപ്പോൾ മാപ്പ്, അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 169 kg ആണ്. ഇതിൽ തന്നെ 35.6 HP ഹോഴ്സ് പവർ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 28.7 Nm ടോർക്കും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടോർക്കിയാണ്, എത്രത്തോളം ഈ പവർ ഈ ഒരു വണ്ടി ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്രൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ച് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഈ ചേട്ടൻ നോക്കിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എവിടെ കൊണ്ടിട്ടാലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന മാതിരത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് TVS ഇതിൽ ചെയ്തേക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. നമുക്ക് 2 സീറ്റ്സ് 2 കഷ്ണമാക്കിയ മാതിരി തന്നെ നല്ല ഡിഫറൻസിലാണ് വണ്ടി നിൽക്കുന്നത്. ബാക്കിലെ സീറ്റുള്ളവർക്ക് നല്ല ഹൈറ്റിലിരിക്കുന്ന മാതിരത്തെ ഒരു ഫീൽ കിട്ടും. നടുവിലിരിക്കുന്ന ആൾക്ക് വണ്ടിയിൽ ഇറങ്ങിയിരുന്ന് ഓടിക്കുന്ന മാതിരത്തെ ഒരു ഫീലും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബംബിൾ ബീനെ മാതിരത്തെ ഒരു ലുക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേമാതിരി തന്നെ ഒരു ബസ്സി ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ ഇങ്ങനെ ഗിർ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ അഗ്രസീവായിട്ട് ഓടിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു വണ്ടിയുടെ മുകളിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. പിന്നെ ബാക്കിൽ വന്നേക്കുന്ന ബ്രാസ് ചെയിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെയിനൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ലുക്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് തരുന്നത് 3 lakh to 3,20,000 ആ റേഞ്ചിലാണ്.